ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു എന്ന നാമമല്ലാതെ. എന്നാൽ യേശുനാമത്തെ അതിലംഘിച്ച് കറുപ്പിൻ്റെ പുതപ്പിട്ട് മറ്റൊരു നാമം രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മലയാളികൾക്കിടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും കടന്നു പോകുന്ന നാമമാണ് ലൂസിഫർ. സത്യത്തിൽ ആരാണ് ഈ ലൂസിഫർ? ലൂസിഫർ എവിടെ നിന്ന് വന്നു? ഇപ്പോൾ ലൂസിഫർ എവിടെയാണ്? 2019 ലൂസിഫർ എന്ന സിനിമ വന്നപ്പോഴോ ഇപ്പോൾ ഇറങ്ങിയ എമ്പുരാൻ വന്നപ്പോഴോ അല്ല ഈ പേര് കേൾക്കാൻ തുടങ്ങിയത്. ക്രിസ്ത്യാനികൾക്ക് ഈ പേര് പണ്ടേ പരിചിതമാണ്. പക്ഷേ ക്രിസ്ത്യാനികൾ അധികം ഉച്ചരിക്കാത്ത അല്ലെങ്കിൽ ഉച്ചരിക്കാൻ മടിക്കുന്ന ഈ നാമം ഇന്നെല്ലാ നാവുകളിലും ഇപ്പോൾ ഉച്ചരിക്കപ്പെടുകയാണ്. ശുഭ്രവർണ്ണത്തെ സ്നേഹിച്ച മനുഷ്യർ ഇന്ന് ഇരുട്ടിൻ്റെ നിറക്കൂട്ടിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തമ്പുരാനെ എന്ന് വിളിക്കേണ്ട നാവുകളിൽ ഇന്ന് എമ്പുരാനെ എന്ന് ഈണത്തിൻ്റെ ശ്രുതിയാണ് ഉയരുന്നത്. ഒപ്പം ലൂസിഫറിനെ പുകഴ്ത്തുന്ന ജൈവിളികളും. സാത്താനാണ് ലൂസിഫർ എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് സിനിമയിലെ നായകന് ഈ പേര് കൊടുത്തു? ഒപ്പം താൻ തന്നെ കറുത്ത മാലാഖയാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുമുണ്ട്. ശരിക്കും സാത്താനാണോ ലൂസിഫർ, അതോ മാലാഖയാണോ? ക്രൈസ്തവരുടെയിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ പേരെങ്ങനെ പുറത്തു വന്നു? സാത്താനെക്കുറിച്ച് പറയുമ്പോൾ ലൂസിഫറാണ് സാത്താൻ എന്ന് പലവരും ക്രിസ്ത്യാനികൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മലയാള ബൈബിൾ അരിച്ചുപറക്കി വായിച്ചാലും ലൂസിഫർ എന്ന പേര് മലയാളികൾക്ക് കാണാനാവില്ല. അപ്പോൾ ഈ പേര് എവിടെ നിന്ന് വന്നു എന്നല്ലേ പറയാം. ബൈബിളിൽ പലയിടങ്ങളിലും നമ്മൾ മാലാഖമാരെ കണ്ടിട്ടുണ്ട്. മാലാഖമാരെ ദൈവിക ഗണങ്ങളുടെ വൈയക്ത രൂപങ്ങളായി ചിത്രീകരിക്കപ്പെടുന്ന സാങ്കല്പിക പ്രതിഭാസങ്ങളായി വ്യാഖ്യാനിക്കുന്നുമുണ്ട്. ബാബിലോണിയൻ പേർഷ്യൻ പാരമ്പര്യങ്ങളിൽ നിന്ന് ബൈബിളിൽ കടന്നുകൂടിയ ഐതിഹ്യ കഥാപാത്രങ്ങളായി മാലാഖമാരെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇത്തരം വ്യാഖ്യാനങ്ങളെയെല്ലാം നിരാകരിച്ചുകൊണ്ട് 4-ാം ലാറ്ററൽ സൂനഹദോസ് മാലാഖമാരുടെ അസ്തിത്വം ക്രൈസ്തവ വിശ്വാസ സത്യത്തിൻ്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചു. സമയത്തിൻ്റെ ആരംഭത്തിൽ ദൈവം ഭൗതിക ലോകത്തോടൊപ്പം അരൂപികളായ മാലാഖമാരെയും സൃഷ്ടിച്ചു എന്നായിരുന്നു സൂനഹദോസിൻ്റെ പ്രബോധനം. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ എന്ന വിശ്വാസ പ്രമാണ പ്രമേയവും ഇതേ സത്യം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ദൃശ്യമായ ഈ ലോകത്തോടൊപ്പം അദൃശ്യരും അരൂപികളുമായ മാലാഖമാരെയും ദൈവം സൃഷ്ടിച്ചു എന്നാണ് ഈ വിശ്വാസ പ്രഖ്യാപനം അർത്ഥമാക്കുന്നത്. മാലാഖമാരുടെ അസ്തിത്വത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം തെളിവുകളുമുണ്ട്. ദൈവത്തിൻ്റെ സന്ദേശവാഹകരായി മാലാഖമാർ വരുന്നതിനെക്കുറിച്ചുള്ള നൂറുകണക്കിന് വിവരങ്ങൾ ബൈബിളിലുണ്ട്. മാലാഖ എന്ന പദം അവരുടെ പ്രകൃതിയെയല്ല ദൗത്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ നിരീക്ഷണം തികച്ചും ശരിയാണ്. കാരണം മലാഖ് എന്ന ഹീബ്രു ക്രിയയ്ക്ക് അയക്കപ്പെടുക, അറിയിക്കുക എന്നൊക്കെയാണ് അർത്ഥം. സ്വഭാവത്താൽ അരൂപികളായ അവർ ദൈവത്തിൻ്റെ മുഖം സദാ ദർശിക്കുന്നവരും ദൈവഹിതം നിറവേറ്റാൻ സന്നദ്ധരുമാണ്. എന്നാൽ ചില മാലാഖമാർ തങ്ങളുടെ ദുഷ്ടത നിമിത്തം ഈ വിശ്വാസ പരീക്ഷണ വഴിയിൽ പരാജയമടിഞ്ഞു. ദൈവനിഷേധികളായ അവർ നിത്യനാശത്തിലേക്കെത്തി. ഇവരാണ് പിശാചുക്കളായി മാറിയത് എന്നാണ് പരമ്പരാഗത വിശ്വാസം. മാലാഖമാരെ വഴിതെറ്റിച്ച പാപം അഹന്തയായിരുന്നുവെന്ന് വിശുദ്ധ അഗസ്റ്റിനും മഹാനായ ഗ്രിഗറിയും വാദിക്കുന്നുമുണ്ട്. യെശയ്യാ 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മുടെ കഥാപാത്രം ഇരിക്കുന്നത്. വചനത്തിൽ ഇങ്ങനെയാണ്: ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? ഇവിടെ ലൂസിഫർ എന്ന പേര് നമ്മൾ കാണുന്നില്ല. പക്ഷേ ആകാശത്ത് നിന്ന് താഴെ വീണ മാലാഖ ലൂസിഫർ ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രത്തെ എങ്ങനെയാണ് ലൂസിഫർ എന്ന് വിളിക്കുക? ബൈബിളിൽ കാണാത്ത ഈ പേര് എവിടെ നിന്ന് വന്നു? 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ജെറോം ബൈബിൾ ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ മോർണിംഗ് സ്റ്റാർ എന്ന മാലാഖയുടെ ഇംഗ്ലീഷ് നാമം ലൂസിഫർ എന്നായി. സത്യത്തിൽ ലൂസിഫർ എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡാണ്. ലൂസിഫർ എന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു പേരായി തോന്നുന്നത് കൊണ്ടും എളുപ്പത്തിൽ പറയാൻ കഴിയുന്നത് കൊണ്ടുമാണ് എല്ലാവരും ആ നാമം ഉപയോഗിക്കുന്നത്. ലൂസിഫർ മാലാഖ വൃന്ദങ്ങളുടെ തലവനായിരുന്നു. സ്വർഗത്തിലെ ഗായക സംഘത്തിൻ്റെ നേതാവും ഉന്നതനായ ദൈവത്തെ ആരാധിക്കുന്ന മാലാഖയുമായിരുന്നു. അഹന്തയും അഹങ്കാരവും സ്വയം ദൈവമാണെന്ന ചിന്തയുമാണ് സ്വർഗത്തിൽ നിന്ന് മാലാഖ പുറത്താക്കപ്പെടാൻ കാരണം. അങ്ങനെ വഴിതെറ്റിയ മാലാഖമാരുടെ നേതാവായി ലൂസിഫർ മാറി. സ്വർഗത്തിൽ നിന്നും മാലാഖ വന്നു വീണത് നരകത്തിലാണ്.
പിശാചുകൾക്ക് ലഭിച്ച ഈ ശിക്ഷ നിത്യമായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥവും സഭാപാരമ്പര്യവും പഠിപ്പിക്കുന്നുമുണ്ട്. ആദത്തിൻ്റെ പാപം മൂലം മനുഷ്യകുലത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ മേൽ പിശാചിന് ചില അധികാരങ്ങൾ ലഭിച്ചു. ഈ ലോകത്തിൻ്റെ അധികാരി, ഈ ലോകത്തിൻ്റെ ദേവൻ എന്നീ പദങ്ങൾ പിശാചിനെ വിശേഷിപ്പിക്കാൻ ബൈബിൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. എന്നാൽ ഈശോയുടെ കുരിശുമരണത്തിലൂടെ സാത്താൻ്റെ ആധിപത്യം അവസാനിച്ചു. ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടുകയും മരണസാമ്രാജ്യത്തിൻ്റെ അധികാരി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ കാലഘട്ടത്തിൽ വീണ്ടും നശിപ്പിക്കപ്പെട്ടവൻ്റെ നാമം നാം കേൾക്കുകയാണ്. എമ്പുരാൻ എന്ന സിനിമയിൽ ലൂസിഫറിനെ മഹത്വപ്പെടുത്തുന്നതായി നാം കാണുന്നുമുണ്ട്. അതിൽ ലൂസിഫറിൻ്റെ സ്ഥാനം പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ പൂവായാണ് പറയുന്നത്. സ്വർഗത്തിൽ നിന്നും എന്നേക്കുമായി പുറന്തള്ളപ്പെട്ട സാത്താൻ എങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വരുന്നു? ഈ ലോകത്തിൽ ദൈവത്തിന് സാത്താനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് വരുത്തി തീർക്കുന്ന ഡയലോഗുകൾ ക്രൈസ്തവരെ സാത്താനിലേക്ക് അടുപ്പിക്കാനുള്ള തന്ത്രത്തിൻ്റെ വാക്ചരടാണ്. ബൈബിളിലെ വചനങ്ങളും ക്രൈസ്തവരുടെ രക്ഷയുടെ അടയാളമായ കുരിശിനെ പാതി വെട്ടിമുറിച്ച് ലൂസിഫറിൻ്റെ ആദ്യ അക്ഷരമായ എല്ലിനെ രൂപപ്പെടുത്തിയെടുത്തതും മറ്റൊരു സാത്താൻ്റെ കളി തന്നെ. ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്യുമ്പോൾ ചെകുത്താൻ തന്നെ അവരെ സഹായിക്കേണ്ടി വരുമെന്നാണ് സിനിമയിലെ ലൂസിഫറിനെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രം പറയുന്നത്. ദൈവപുത്രൻ തെറ്റ് ചെയ്യില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ദൈവപുത്രന് തെറ്റുപറ്റും. ദൈവം സാത്താൻ്റെ സഹായം തേടുമെന്ന് അതിമോഹിക്കുന്ന ലൂസിഫറിൻ്റെ വൃഥാസ്വപ്നത്തെയാണ് ഇവിടെ കാണുന്നത്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണമെന്ന് പഠിപ്പിച്ച ദൈവപുത്രനായ ഈശോ നന്മ കൊണ്ട് തന്നെയാണ് ലോകത്തെ രക്ഷിച്ചത്. പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത ആ യേശുവിൻ്റെ നാമത്തിനെതിരെയാണ് സാത്താൻ്റെ പോരാട്ടം. അതിനവൻ കൂട്ടുപിടിക്കുന്നത് ഇന്നത്തെ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന സിനിമ എന്ന മാധ്യമത്തെ. അതുകൊണ്ട് തന്നെ ഓരോ ക്രൈസ്തവനും ജാഗ്രതയോടെ ഇരിക്കണം. കലയെ കലയായി കാണണമെന്നുള്ള സ്ഥിരം പല്ലവി പറഞ്ഞ് സാത്താന് നമ്മുടെ ഇടയിൽ പ്രവേശിക്കാനുള്ള വഴി നിങ്ങൾ തുറന്നു കൊടുക്കരുത്. യഥാർത്ഥത്തിൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ സാത്താനിൽ ആശ്രയിക്കാൻ പരോക്ഷമായി ഈ സിനിമ നയിക്കുന്നുമുണ്ട്. സാത്താനും രക്ഷിക്കാനാകും, അവൻ നല്ലവനാണെന്നെല്ലാം ഒരു മിഥ്യാധാരണ ഈ ചിത്രത്തിലെ നായിക കഥാപാത്രത്തിൻ്റെ വാക്കുകളിലൂടെ ഒരു സമൂഹത്തെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് നശിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ സാത്താൻ ആരാധനയിലേക്കെല്ലാം നമ്മുടെ കുട്ടികളെയും യുവജനങ്ങളെയും എല്ലാം എത്തിക്കാൻ ഇതുപോലുള്ള സിനിമകൾക്ക് സാധിക്കും. അതിനാൽ തന്നെ നമ്മൾ ക്രൈസ്തവർ ജാഗ്രതയോടെ ആയിരിക്കുക. കാരണം നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. അതിനാൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവാൻ ദൈവവചനമാകുന്ന പടവാൾ നാം എടുക്കണം. ലൂസിഫർ ഒരിക്കലും ലോകം വാഴില്ല. ഇരുട്ടിനൊരിക്കലും പ്രകാശത്തെ കീഴടക്കാൻ കഴിയില്ല. കറുത്ത മാലാഖ ദൈവത്തിൻ്റെ ശിക്ഷയുടെ പ്രതീകമാണ്. ആ മാലാഖയ്ക്ക് ഇനി സ്ഥാനമില്ല. എമ്പുരാനല്ല, തമ്പുരാനാണ് വിജയിക്കുക. ലൂസിഫറിൻ്റെ നാമമല്ല, യേശു എന്ന നാമമാണ് രക്ഷാനാമം.